ഒരു സ്ത്രീയുമായിട്ട് ഡാനിഷ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരന് ഉണ്ടായ പ്രണയബന്ധമാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. BJP നേതാവായിട്ടുള്ള ബണ്ടി സഞ്ജയ് കുമാർ ആണ് ഇതിനെ കോർപ്പറേറ്റ് ജിഹാദ്, അദ്ദേഹം പുതിയൊരു ജിഹാദ്. നേരത്തെ പറഞ്ഞ പോലീസുകാർ വേഷം മാറി ഡിക്റ്റേറ്റീവുകളായി പോയി എന്നൊരു കഥയുണ്ടല്ലോ. ഈ കഥയിൽ പറയുന്നത് പോലെ കമ്പനിയിൽ ഇതുവരെയും ഒരു പോലീസുകാരും വന്നിട്ടില്ല എന്നാണ് TCSന്റെ കൃത്യവാസിന്റെ പത്രക്കുറിപ്പിലുള്ളത്. ഉള്ള മറ്റൊരു കേസുണ്ട്. അശോക് ഖരാത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ജ്യോതിഷി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളാണ്. അവർ പറയുന്നത് ഫോട്ടോ ഉണ്ട്, പക്ഷെ ആ നിദാഖാന്റെ ഫോട്ടോവായി കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലെ തട്ടം വേറെ ആരും ഉണ്ടാക്കിയിട്ടതാണ്. എഡിറ്റഡ് ഫോട്ടോ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർബന്ധിത മതം മാറ്റം നടന്നു എന്ന് പറയുന്ന ആരോപണം തെറ്റാണ്. 9 FIRകളിൽ ഒരു FIRലും നിർബന്ധിത മതം മാറ്റുന്ന ഒരു ആരോപണമില്ല. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള TCS അവിടെ ഉള്ള ഒരു കേസ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാധ്യമ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വലിയ വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ തന്നെ ഉള്ള മറ്റൊരു കേസുണ്ട്. ഏതാണ്ട് ഒരാഴ്ച ഡിഫറൻസിൽ വന്നിട്ടുള്ളൊരു കേസ്. അത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ജ്യോതിഷി, അശോക് ഖരാത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ജ്യോതിഷി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളാണ്. ഒരുപാട് സ്ത്രീകൾ അയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ അശോക് ഖരാത്തിന് ഒരുപാട് VIPകളായിട്ട് ബന്ധമുണ്ട്, രാഷ്ട്രീയ നേതാക്കളായിട്ട് ബന്ധമുണ്ട്, ഭരണതലത്തിലുള്ള സ്റ്റേറ്റ് തലത്തിലും അതുപോലെ കേന്ദ്രതലത്തിലും ഒക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല, അയാൾക്കെതിരെ അയാൾ ഈ ജ്യോതിഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ധാരാളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കേസുകളായി വന്നിട്ടുണ്ട്. കേസുകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. 12ഓളം പരാതികളാണ് അയാൾക്കെതിരെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജിതേന്ദ്ര ഷെൽക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാറ് ആക്സിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാർ ആക്സിഡൻറ്റ് അത് കൃത്രിമമായിട്ട് ആക്സിഡൻറ്റ് വരുത്തിയതാണ് എന്നും അതൊരു കൊലപാതകമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ധാരാളം കേസുകളും പ്രശ്നങ്ങളും ആരോപണങ്ങളൊക്കെ നിലനിന്ന് ഒരുപക്ഷെ 12ഓളം സ്ത്രീകൾ ഒരു ലൈംഗിക പീഡന കേസിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കേസാണ്. അപ്പം അതിന് വലിയ പ്രാധാന്യം വരേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് TCSലെ കേസാണ്. ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അവിടെ ഉള്ള കേസാണ് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നാസിക്കിലെ കേസാണ്. മാത്രമല്ല, അവിടെ ഈ നിദാ ഖാൻ, ആ ഒരു സ്ത്രീയുടെ പേരിൽ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ജീവനക്കാരി പോലും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ സ്ഥാപനം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന്. ഇപ്പോൾ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പക്ഷെ അവര് ഒളിവിൽ പോയിരിക്കുകയാണ്. അവർ HR മാനേജറായിരുന്നു. അവരാണ് അവിടെ ഈ നടക്കുന്ന ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ലവ് ജിഹാദ് അത്തരം ആരോപണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരിയായിട്ട് അവിടെ നിന്നിട്ടുള്ള പ്രധാന വ്യക്തിയായിട്ടാണ് അവരുടെ പേര് ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഡാനിഷ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് ശരിക്കും പറഞ്ഞാൽ TCSൽ ആദ്യമായിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ, ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച കേസ് ഒരു വിഷയമല്ലാതാവുകയും TCSന്റെ കേസ് വലിയ ചർച്ചയാവും ചെയ്തിരിക്കുകയാണ്. എന്താണ് വാസ്തവത്തിൽ ഈ TCSൽ നടന്നിട്ടുള്ള വിഷയവും ആയി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ആദ്യം 2 കേസുകളാണ് പറഞ്ഞത്. രണ്ടും ഒരാഴ്ച ഗ്യാപ്പിലാണ് ഈ 2 കേസുകളും ഒരേ സ്ഥലത്ത് നാസിക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 2 കേസും ഒരാഴ്ച ഗ്യാപ്പേ ഇതിനിടയിലുള്ളൂ. പക്ഷെ ഒരു കേസ് വളരെ അഖിലേന്ത്യാ തലത്തിൽ, ഒരുപക്ഷെ അത് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടാവും. മറ്റു കേസ് ആളുകൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാർ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവും, മാധ്യമങ്ങളിൽ വാർത്തയാവും, ഇതൊക്കെ ആവും. അപ്പോൾ എന്താണ് മായ്ച്ചു കളയാനും കഴിയും. അതാണ് നേരത്തെ കണ്ടതുപോലെ മായ്ച്ചു കളഞ്ഞു. ഒരാൾ കൊല്ലപ്പെടുക വരെ ചെയ്തു അപകടത്തിലാണെങ്കിൽ. അപ്പോൾ എന്താണ് TCS നാസിക്കിൽ നടന്നത്? അതിനെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ എന്താണ്? അത് എങ്ങനെയൊക്കെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആഖ്യാനങ്ങളായി മാറി തുടങ്ങിയ നിരവധി ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സംഭവം 2022
ഒരു സ്ത്രീയുമായിട്ട് അവിടുത്തെ ഒരു ജീവനക്കാരന്, ഡാനിഷ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരന് ഉണ്ടായ ഒരു ബന്ധമാണ്, ഒരു പ്രണയബന്ധമാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. രണ്ടുപേര് പ്രണയത്തിലാകുന്നു. 2022 പ്രണയം ആരംഭിക്കുന്നത്. അന്ന് അവരൊരു വിദ്യാർത്ഥിയായിരുന്നാണ് പറയപ്പെടുന്നത്. ഈ ഡാനിഷ് ഷെയ്ഖ് വിവാഹിതനാണ്, അദ്ദേഹത്തിന് മക്കളുമുണ്ട്. 22 പഠനം കഴിഞ്ഞു അവർ TCS ജോലിക്കായി കയറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രണയബന്ധം തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഡാനിഷ് ഷെയ്ഖിന്റെ ഭാര്യ ഇങ്ങനെ ഒരു പ്രണയബന്ധം ഉള്ളതായിട്ട് അറിയുകയും ഈ പെൺകുട്ടിയെ വിളിച്ച് ഇയാളൊരു വിവാഹിതനാണെന്നും കുട്ടികളുടെ പിതാവാണെന്നും അറിയിക്കുന്നു. ഇതോടുകൂടി പ്രണയബന്ധത്തിലുണ്ടായിരുന്ന സ്ത്രീ അവര് പ്രണയത്തിൽ നിന്ന് പിന്മാറി. മാത്രമല്ല അതൊരു പരാതിയായി പിന്നീട് വരികയും ചെയ്തു. ഇതാണ് ഒരു കഥ. ഇതിനപ്പുറത്തേക്ക് ഒരു കഥ ഇതിലില്ല. അപ്പൊ ഈ പെൺകുട്ടി ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണെന്നും കരുതപ്പെടുന്നുണ്ട്. ഈ കുട്ടിയോട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ലെന്ന് തോന്നുന്നു. അവരെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് പുറത്തു വരുന്നതോട് കൂടി ഭാര്യ തന്നെയാണ് പറയുന്നത്. ഡാനിഷ് ഷെയ്ഖിന്റെ ഭാര്യ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതോടുകൂടി അവരുടെ പ്രണയം തകരുകയും പിന്നീട് അതൊരു പരാതിയായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് കോർ ഇഷ്യൂ. ബാക്കി ഉണ്ടാവുന്നത് മുഴുവൻ പലതരത്തിലുള്ള വേർഷൻസ് ആണ്, പലതരം ആഖ്യാനങ്ങളാണ്. ഈ ആഖ്യാനങ്ങൾ ഒരാളല്ല നടത്തിയിട്ടുള്ളത്, പലതരം ആഖ്യാനങ്ങൾ ഇതായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇതായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ആഖ്യാനമുണ്ട്. രണ്ട്, ഇതായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ ആഖ്യാനമുണ്ട്. മൂന്നാമതായിട്ട് BJP നേതാക്കൾ നടത്തിയ ആഖ്യാനം. നാലാമതായിട്ട് സ്ഥാപനത്തിന്റെ ഒരു ആഖ്യാനമുണ്ട്. അഞ്ചാമതായിട്ട് ഈ പറയുന്ന ഇതിലൊരു കേസ് നേരത്തെ അമ്പിയെ സൂചിപ്പിച്ചു, നിദ ഖാൻ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ കുടുംബം നടത്തിയ ഒരു നരേഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ ഇതിൽ നിലവിലുണ്ട്. ഇതിൽ നിന്ന് വേണം നമ്മൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇന്ന് നിലവിലിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ കേസിൽ ഇപ്പോൾ 9 FIRകളാണ് നിലവിലുള്ളത്. ഈ 9 FIRകളിൽ 7 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില മാധ്യമങ്ങളിൽ അത് 8 അറസ്റ്റുകൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 7 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ആളുകളൊന്ന് ഡാനിഷ് ഷെയ്ഖ്, നേരത്തെ പറഞ്ഞ പ്രധാന പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ. തൗഫിക് അത്തർ എന്ന് പറയുന്ന ആൾ അറസ്റ്റിലാണ്. ആദ്യത്തെ ഒരു കേസിലാണ് ഡാനിഷ് ഷെയ്ഖും തൗഫിക് അത്തറും നിദ ഖാൻ എന്ന് പറയുന്ന നേരത്തെ ഒരു HR മാനേജർ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു പേര് പറഞ്ഞില്ല, ഇവര് മൂന്നുള്ള കേസിലാണ്. ഇതിൽ നിദ ഖാൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതില് ഡാനിഷ് ഷെയ്ഖും തൗഫിക് അത്തറയും അറസ്റ്റ് ചെയ്തു. അതൊരു കേസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8 കേസ് വരുന്നുണ്ട്. ഈ 8 കേസുകളിലായിട്ട് ഷാരുഖ് ഖുറൈശി, റാസ മേമൻ, ഷാഫി ഷെയ്ഖ്, അഫ്താഖ് അൻസാരി, അശ്വിനി ചെന്നാനി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് അശ്വിനി ചെന്നാനി ഒരു ഹിന്ദുവാണ്. അവര് എല്ലാ പലയിടത്തും നാം കേൾക്കും അറസ്റ്റ് ചെയ്തതിൽ എല്ലാം മുസ്ലിങ്ങളല്ല. അശ്വിനി ചെന്നാനി ഒരു ഹിന്ദുവാണ്. മാത്രമല്ല ഇവര് TCS ഒരു ഉദ്യോഗസ്ഥ കൂടെയാണ്. ചില കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് അവർക്കതിലെ കേസ്. അതിലാണ് അവർ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. ഇതില് ഇപ്പൊ നിലവിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ്. ഇത് ആദ്യത്തെ കേസാണ്. അതായത് ഡാനിഷ് ഷെയ്ഖും തൗഫിക് അത്തറും നിദ ഖാനും അടങ്ങുന്ന ആദ്യത്തെ കേസാണ്. ഒരു കേസാണ്. ആ കേസാണ് ആദ്യം വരുന്നത്. അതൊരു പോലീസ് സ്റ്റേഷനിലാണ്, ദേവുലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. പിന്നെ ബാക്കിയുള്ള കേസുകൾ മുഴുവൻ, ബാക്കി നമ്മൾ പറഞ്ഞു അവിടെ യഥാർത്ഥത്തിൽ 9 FIRകളാണ്. അതിൽ 8 കേസ് വേറൊരു പോലീസ് സ്റ്റേഷനിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കേസൊക്കെ എടുത്തതിന് ശേഷം പോലീസ് എന്താ വെച്ചാൽ മുഖംമൂടി ഇട്ടിട്ട് കുറേ TCSലെ നേരത്തെ പറഞ്ഞ അറസ്റ്റിലായ ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പോലീസ് പറഞ്ഞതാണ്, ഞങ്ങൾ ഈ കാര്യം നേരത്തെ അറിഞ്ഞു. ഈ കേസ് ഈ ഒരു പരാതി കിട്ടിയോണ്ടാണ് ഞങ്ങൾ TCSന്റെ ഉള്ളിൽ പോയിട്ട് സർവീസ് തൊഴിലാളികളായിട്ട്, ചില സർവീസ് നടത്തുന്ന ആളുകളായിട്ട് ഞങ്ങൾ അതിൽ വേഷം മാറി അവിടെ പോയി. എന്നിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണ് ഞങ്ങൾ കേസ് കണ്ടെത്തിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു റിക്രൂട്ട്മെന്റ് കേസാണ് ഇത് നടക്കുന്നത്. അവിടെ ഒരു റിക്രൂട്ട്മെന്റ് കേസാണ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇതാണ് പോലീസിന്റെ ഒരു നരേഷൻ. ഇനി ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? മാധ്യമങ്ങൾ പറഞ്ഞത് ഇവിടെ ഒരു നിദ ഖാൻ എന്ന് പറയുന്ന ഒരു HR മാനേജർ ഉണ്ട്. ഈ HR മാനേജർ എന്താ ചെയ്യുക, ഇസ്ലാമിലേക്ക് മതം മാറുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ, ഹിന്ദു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ മതം മാറ്റുന്നതിന് വേണ്ടി നിദ ഖാൻ എന്ന് പറയുന്ന HR മാനേജർ ശ്രമിക്കുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ അവരെ സഹായിക്കുന്ന ആളുകളാണ്. അപ്പൊ നിദ ഖാനാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പുള്ളി. എന്തൊക്കെ ജിഹാദികൾ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നു.
അവിടെ ഒരു മതം മാറ്റ റാക്കറ്റ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിർബന്ധമായി മാംസം തീരിക്കുന്ന ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമസ്കരിക്കാൻ അവിടെയുള്ള ഹിന്ദു പെൺകുട്ടികളോട് നമസ്കരിക്കാൻ നിർബന്ധിക്കുന്നു. അവിടെയുള്ള ഒരു ഹിന്ദു അവിടെ ഈ കേസിൽ ഒരു നേരത്തെ പറഞ്ഞ ഈ വഞ്ചിതയായ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ കേസിൽ പറഞ്ഞ ഒരു പുരുഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിലാണ് ബാക്കി എഫ്ഐആറുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇസ്ലാമിക പ്രാർത്ഥന ചൊല്ലിക്കുന്നു, ബീഫ് തീറ്റിക്കുന്നു, നിർബന്ധിച്ച് നേരത്തെ കേരള സ്റ്റോറൊക്കെ പറയുന്ന പോലെയാണ് ബീഫ് തീറ്റിക്കുന്നു, അതുപോലെ ലൈംഗികാതിക്രമങ്ങൾ നടക്കുന്നു, മതപരമായ അവഹേളനം നടക്കുന്നുണ്ട്, മതം മാറ്റത്തിന് നിർബന്ധിക്കുന്നുണ്ട്, ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ സംഭവത്തെ BJP നേതാക്കള്, അത് പ്രത്യേകിച്ച് BJP നേതാവായിട്ടുള്ള ബണ്ടി സഞ്ജയ് കുമാർ ആണ് ഇതിനെ കോർപ്പറേറ്റ് ജിഹാദ് എന്ന പേരിട്ട് വിളിച്ചത്. കോർപ്പറേറ്റ് ജിഹാദ്, പുതിയൊരു ജിഹാദാണ് കോർപ്പറേറ്റ് ജിഹാദ്. കൂട്ടത്തില് കുറെ BJP നേതാക്കൾ പുതിയൊരു ജിഹാദുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ ജിഹാദ്, ഭൂമി ജിഹാദ്, ലവ് ജിഹാദ്, മതംമാറ്റ ജിഹാദ്, ജനസംഖ്യ ജിഹാദ്, മയക്കുമരുന്ന് ജിഹാദ്, ഇങ്ങനെ കുറെ പേരുകളിൽ, ഇതൊക്കെ പണ്ടുള്ള പേരുകളാണെങ്കിൽ ഈ പേരുകൾ ഇതിന്റെ ഒപ്പം കൂട്ടിക്കെട്ടിയ മറ്റ് ജിഹാദുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ. തുടക്കത്തില് എനിക്ക് തോന്നുന്നു ആദ്യം വന്ന ജിഹാദ് ലവ് ജിഹാദ്. ലവ് ജിഹാദാണ് ആദ്യത്തെ ജിഹാദ്. അതുപോലെ BJP നേതാക്കൾ പറയുന്നത് വെച്ചാൽ ഇപ്പൊ TCS കമ്പനിക്കെതിരെ NIA അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തും. അതിൽ വിദേശ ബന്ധങ്ങൾ ഉണ്ട്, അത് ഞങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടെന്നൊക്കെയാണ് BJP നേതാക്കൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവങ്ങൾ നടന്ന സമയത്ത് കമ്പനി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ കമ്പനി പറയുന്ന അവർക്ക് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഏതായാലും ഇമെയിലുകൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതില് വേണ്ട വിധത്തിൽ ഇടപെടാത്തത് കൊണ്ട് ആണ് നേരത്തെ പറഞ്ഞ അശ്വിനി ചെന്നാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് എന്തൊരു പരാതികളും അധികം കിട്ടിയിട്ടില്ല. TCSന്റെ CEO K കൃത്തിവാസൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. ഈ പത്രക്കുറിപ്പില് ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. വിവരം ഇതാണ്: ഇവർ പറയുന്ന ഈ നിദാ ഖാൻ, അതായത് ഈ കേസുകളിലൊക്കെയുള്ള നിദാ ഖാൻ ആരല്ല, ഈ കമ്പനിയിലെ HR മാനേജർ അല്ല. അവർ ആ കമ്പനിയിലെ ടെലിഫോൺ കാര്യങ്ങൾ, അതായത് അവരുടെ ബിസിനസ് ടെലിഫോണിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. BPO കമ്പനിയാണ്. അപ്പൊ അവരുടെ ബിസിനസ് പ്രൊഡക്റ്റുകൾ ടെലിഫോൺ വഴി ഉപഭോക്താക്കൾ അറിയിക്കുന്ന ഒരു ജീവനക്കാരിയാണ് നിദാ ഖാൻ. അവര് HR മാനേജറോ ഏതെങ്കിലും തരത്തിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളോ അല്ല എന്നാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല കമ്പനി വേറൊരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലീസുകാർ വേഷം മാറി ഡിക്റ്റേറ്റീവുകളായി പോയി എന്നൊരു കഥയുണ്ടല്ലോ. ഈ കഥയിൽ പറയുന്നത് പോലെ കമ്പനിയിൽ ഇതുവരെയും ഒരു പോലീസുകാരും വന്നിട്ടില്ല എന്നാണ് TCSന്റെ കൃത്യവാസിന്റെ പത്രക്കുറിപ്പിലുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കുറച്ച് വേറെ വസ്തു? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു നിദാ ഖാൻ HR മാനേജർ അല്ല. അതാണ് ഒരു കാര്യം. അവര് ഒളിവ് പോയി എന്നാണ് പറയുന്നത്. ഒളിവിൽ പോയി എന്നാണ് അവര് ശരിക്കും പറഞ്ഞാൽ അവര് സ്ഥലം മാറിപ്പോയി ഇപ്പോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ കമ്പനി പറയുന്നത് വെച്ചാൽ 5 മാസം അവര് ഇതിലായിരുന്നു, പ്രസവാവധിയിലായിരുന്നു. പിന്നീട് അവർ ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടായതിനു ശേഷം അവർ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന നാസിക് ഓഫീസിലെല്ലാം അവർ ജോലി ചെയ്തിരുന്നു കുറെ നാളായിട്ട്. 5 മാസമായിട്ട് വേറെ സ്ഥലത്താണ് ജോലി ചെയ്തത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിദാ ഖാന്റെ കുടുംബം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഈ നിദാ ഖാനെ ഇതുവരെയും അവർ ഒളിവിൽ പോയി എന്ന് പറയുന്ന നുണയാണ്. അവർ വീട്ടിലുണ്ട്, ഇപ്പോഴും വീട്ടിലുണ്ട്. ഇതുവരെയും നിദാ ഖാനെ അന്വേഷിച്ചിട്ട് ഒരു പോലീസുകാരൻ പോലും വീട്ടിൽ വന്നിട്ടില്ലാണ് നിദാ ഖാന്റെ കുടുംബം പറയുന്നത്. നിദാ ഖാൻ വീട്ടിലുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം അവർ പറയുന്നു, നിദാ ഖാന്റെ പേരിൽ ഒരു ഫോട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു തലയിലൂടെ തട്ടമിട്ട ഫോട്ടോ. അവർ പറയുന്നത് ഫോട്ടോ ഉണ്ട്, പക്ഷെ ആ നിദാ ഖാന്റെ ഫോട്ടോവായി കരുതി കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലെ തട്ടം വേറെ ആരും ഉണ്ടാക്കിയിട്ടതാണ്. എഡിറ്റഡ് ഫോട്ടോ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒളിവിൽ പോയിട്ടില്ല, ഉപയോഗിക്കാറില്ല നമുക്കറിയില്ല. പക്ഷെ ഇന്ന് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയില് അവരത് ഇട്ടിട്ടില്ല. പക്ഷെ അത് ആരോ വരച്ചു ചേർത്താണ്. അതുപോലെ ഇതില് മുസ്ലിങ്ങൾ മാത്രമല്ല അറസ്റ്റിലാക്കിയിട്ടുള്ളത്. അശ്വിനി ചെന്നാനി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഹിന്ദു അറസ്റ്റിലായിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് അവർ പറയുന്നത്. ഇതിന് APCR റിപ്പോർട്ടും പുറത്തിറക്കി, പഠനം നടത്തിയതിനു ശേഷം APCR റിപ്പോർട്ടും പുറത്തിറക്കിയിട്ടുണ്ട്. അവരൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിർബന്ധിത മതം മാറ്റമാണ് BJP നേതാക്കളും, അതുകൊണ്ടാണ് ഈ പറയുന്ന ലവ് ജിഹാദ് ഒക്കെ പറയുന്നത്. നിർബന്ധിത മതം മാറ്റം നടന്നു എന്ന് പറയുന്ന ആരോപണം തെറ്റാണ്. കാരണം ഒരു കേസിലും 9 FIRകളിൽ ഒരു FIRലും നിർബന്ധിത മതം മാറ്റുന്ന ഒരു ആരോപണമില്ല. അതായത് ഈ മാധ്യമങ്ങൾ മുഴുവൻ BJPക്കാരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതം മാറ്റം എന്ന ആരോപണം ഒരു കേസിലും ഒറ്റ FIRലും
ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഒരു FIR-ൽ പോലും നിർബന്ധിത മതം മാറ്റം എന്ന് പറഞ്ഞ ആരോപണം നിലവിലില്ല. ഇതാണ് സ്ഥിതി. എന്താണ് അംബിക്ക് തോന്നിയത് കേട്ടപ്പോൾ? TCS-നെതിരായിട്ടുള്ള അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് തോന്നുന്നു. അതിൽ കൃത്യമായിട്ട് BJP-യുടെ അജണ്ട മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മതം മാറ്റം ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതുപോലെ ജിഹാദുകൾ പേരിൽ കെട്ടിവെക്കുന്നു. ആ രീതിയിൽ ഒരുപക്ഷെ ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ട്. പിന്നെ കടുത്ത ഇസ്ലാമോഫോബിയ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ആണ് ഇതിലൊരു ഒരുപാട് രസകരമായ കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും തമാശയായിട്ട് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഘപരിവാരത്തിന്റെ അതേ ടോണില് ആണ് മാധ്യമങ്ങൾ ഈ ഇപ്പോൾ നേരത്തെ അമ്പിയ TCS-നെ കുറിച്ച് പറഞ്ഞു. ഈ TCS-ന്റെ ഇഷ്യൂല് വേറൊരു രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇസ്ലാമോഫോബിയ നമ്മൾ മനസ്സിലായത്, ഇസ്ലാമോഫോബിയക്ക് അവർക്ക് ഒരു വംശീയവൽക്കരണത്തിന് അവർ ആരെയും എന്തിനേയും ഉപയോഗിക്കും. ഉദാഹരണത്തിന് TCS ആണ് ഇപ്പോൾ അവർ ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായിട്ട് കാണുന്നത്. അപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർ രാധാകൃഷ്ണൻ, നമ്മളുടെ പഴയ കാലടി യൂണിവേഴ്സിറ്റിയിലെ KS രാധാകൃഷ്ണൻ, അദ്ദേഹം കാലടി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. കോൺഗ്രസ് ആണ് നിയമിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ BJP-യുടെ സഹയാത്രികനും ഇപ്പൊ നോക്കിയാണ് BJP ആയെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം അതിൽ ഒരു മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. സംഘപരിവാർ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു വീഡിയോയും പുറത്തിറങ്ങി. ഈ വീഡിയോ ഒരുപാട് തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ആഖ്യാനങ്ങൾ അതിൽ കൊടുത്തായിട്ട് കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. ആ വീഡിയോ പറയുന്നത് വെച്ചാൽ, ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ നടരാജൻ ചന്ദ്രശേഖരനാണ് ഇപ്പോൾ അതിന്റെ ചെയർമാൻ. ഈ ചെയർമാൻ പറയുന്നത് നുണയാണ്. അതായത് ടാറ്റ ഗ്രൂപ്പിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് ശരിയല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ചന്ദ്രശേഖരൻ പറയുന്നത് ശരിയല്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം കുറേ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. എന്താ ആരോപണങ്ങൾ? അത് ഭയങ്കര രസകരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇസ്ലാമിക് ഫണ്ടിങ് ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. അതായത് ടാറ്റയ്ക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫണ്ടിന്റെ അളവും പറയുന്നുണ്ട്. $432 മില്യൺ സഹായം. അത് ഇസ്ലാമിക് ഫണ്ടിങ് ആണ്, ശരീഅത്ത് ഫണ്ടിങ് ആണ്, എത്തിക്കൽ ഫണ്ടിങ് ആണ്. അത് മതമാറ്റം നടത്താൻ വേണ്ടിയിട്ട്. അതെ, മതമാറ്റം നടത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന സൗദി അറേബ്യ ടാറ്റയ്ക്ക് ഫണ്ട് കൊടുക്കണം. എന്താ ടാറ്റയ്ക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അവർ ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കാൻ സഹായിക്കണം. 2, വഹാബിസം വളർത്തണം. 3, പലിശ പാടില്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും പലിശ പാടില്ല. അപ്പോൾ പലിശ പാടില്ല. ഈ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ പലിശ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഇസ്ലാമിനെതിരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പണം ഉപയോഗിച്ചിട്ട് അത് ഭൂമി വാങ്ങിക്കുക, റിയൽ എസ്റ്റേറ്റിൽ മുടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമി ജിഹാദ്, അതാണ് ഈ ഭൂമി ജിഹാദ്. പിന്നെ ഭക്ഷണത്തിൽ മുടക്കണം. അതെന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിലേക്ക് ഒരു ഭാഗം. അപ്പൊ ഇങ്ങനെ ഈ മറ്റു പ്രധാനപ്പെട്ട നിബന്ധനകളൊന്ന്, HR-ൽ അവരുടെ ആളെ നിയമിക്കണം. അവർക്ക് താല്പര്യമുള്ള അതാണ് നിതാക്കാൻ. HR-ൽ ഇവര് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത് നിതാക്കാൻ. അപ്പൊ കഥകൾ വളരെ ഫിറ്റിംഗ് ആണ്. വേറൊരു കാര്യം കൂടി ഇവർ അതിൽ കൂടെ കണ്ടെത്തുന്നുണ്ട്. അതായത് ടാറ്റയ്ക്കെതിരെ കുറേ ആരോപണങ്ങളായി പുതുതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ടാറ്റയ്ക്കുള്ള ആരോപണങ്ങൾ? ഈ ടാറ്റ ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആൾക്കാരാണ്. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി, അത് പുതിയതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുക, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെ ഏജന്റുമാരായിട്ടുള്ള ആളുകളാണ് ടാറ്റ. ഒരു പരിധിയിൽ സത്യമാണ്. ഇവര് കോൺഗ്രസിനെയും സഹായിക്കും. അതുപോലെ തന്നെ ഇവര് യഥാർത്ഥത്തില് പേർഷ്യയിൽ നിന്ന് വന്ന ആളുകളാണ്. ഇവര് ചരിത്രം, ഇവര് സൗരാഷ്ട്രിയൻസ് ആണല്ലോ. അപ്പൊ അവര് പേർഷ്യയിൽ നിന്ന് വന്ന ആളുകളാണ്. അവിടെ മതപരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവർ അവിടെ നിന്ന് വരികയാണ്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാരൊക്കെ അവരെ സ്വീകരിച്ചു. അങ്ങനെ അവര് ബിസിനസ് ചെയ്തു, ഇവിടെ പണം ഉണ്ടാക്കി. ഇതിനിടയിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തു. അതുപോലെ തന്നെ അവര് സ്വീകരിച്ച രാജ്യത്തിനെതിരെ പണിയെടുത്തു. മാത്രമല്ല അവരവിടുന്ന് ഓടിപ്പിച്ച ആരാ? ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആഗ്രഹമാണ് അവരെ ഓടിപ്പിച്ച ആളുകളെ കൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അപ്പോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അവിടെ നിന്ന് സൗരാഷ്ട്രീയൻ മതത്തിലെ ഈ ടാറ്റ പോലെ ആൾക്കാർ ഇവിടെ വരുന്നു. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഹാബികളും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇന്ത്യക്കെതിരെ ജിഹാദ് നടപ്പിലാക്കുന്നു. അത് ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു.
അങ്ങനെ ചെയ്യുമ്പോൾ അതിനു വേണ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ നിദാഖാനെ പോലുള്ള ആളുകളൊക്കെ HR മാനേജർമാരാക്കി വെക്കുന്നത്. കെ.എസ്. രാധാകൃഷ്ണൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. ഓക്കെ, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ എയർ ഇന്ത്യ ഇപ്പൊ അവരുടെ കൈവശമാണ്. ഈ എയർ ഇന്ത്യ വഴി ഒരു എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ടാറ്റ ചെയ്യുന്നുണ്ട് നമ്മൾ അന്വേഷിക്കണം കൂടെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ എയർ ഇന്ത്യക്കെതിരെ, ഇവര് ടാറ്റയ്ക്കെതിരെയാണല്ലോ. നേരത്തെ അമ്പിയ പറഞ്ഞാൽ നമുക്ക് തോന്നും ടാറ്റയ്ക്കെതിരെ ആണല്ലോ ഇപ്പൊ. അപ്പൊ ടാറ്റയ്ക്കെതിരെ വേറെ ഏതെങ്കിലും കമ്പനി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാവോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റി. അങ്ങനെ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു സംഭവം ഇതോടൊപ്പം പറയാം. കേരളത്തില് സ്റ്റുഡിയോ ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഈ സ്റ്റുഡിയോ ബഹിഷ്കരണ ആഹ്വാനം എന്ന് പറഞ്ഞ ഇത്രയും വെച്ചാൽ സ്റ്റുഡിയോയുടെ പ്രൊമോട്ടർമാർ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ SI ആണ് അന്ന് സ്റ്റുഡിയോ, ഇവരുടെ ടാറ്റ കുറെ കാലങ്ങളായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നതായതുകൊണ്ട് ഒരു ബഹിഷ്കരണ ആഹ്വാനം, ആഗോളതലത്തിൽ ബഹിഷ്കരണ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ട് ഇവരത് ഒരു പെരുന്നാൾ ദിനത്തിൽ നടപ്പിലാക്കി, അത് ആഹ്വാനം ചെയ്തു. ഇതിനെതിരെ ഇതേപോലെ തന്നെ ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ അവരെന്താ പറയുന്നത് അറിയോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടാറ്റയാണ്, ടാറ്റ എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. അതായത് ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയുടെ നട്ടെല്ലാണ്. അപ്പൊ ഇന്ത്യയുടെ നട്ടെല്ലായിട്ടുള്ള ഒരു ടാറ്റ, ആ ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന് ഒരു മുസ്ലിം സംഘടന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയെ ബഹിഷ്കരിക്കണം എന്ന് അവർ പറയുന്നതിനാണ് അർത്ഥം. അതായത് ടാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടാറ്റ, ടാറ്റയെ ബഹിഷ്കരിക്കുന്ന ഇന്ത്യ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ടാറ്റ, ഇതേ ടാറ്റ, അതായത് ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾക്ക് വേണ്ടി നിന്ന ടാറ്റ, അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ നിന്ന ടാറ്റ, കോൺഗ്രസിനെ സഹായിച്ച ടാറ്റ, കമ്മ്യൂണിസ്റ്റുകാർ വരെ പറയുന്നുണ്ട് ടാറ്റ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നല്ല ആൾക്കാരാണ് ടാറ്റ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ടാറ്റയെ ഇവിടെ ചീത്ത പറയുന്ന ഇതേ ആളുകൾ തന്നെ ഏകദേശം മാസങ്ങൾക്ക് മുന്നേ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണെന്ന്, ഇന്ത്യ എന്ന് ടാറ്റയാണ്. ഇത് ഇസ്ലാമോഫോബിയയുടെ ബലതന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ ആഖ്യാനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, നീക്കങ്ങൾ കണ്ടെത്തുന്ന, അതിനുവേണ്ടി കാരണങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇസ്ലാമോഫോബിയുടെ പ്രത്യേകതയാണ്, അത് വംശീയത ഏത് രീതിയിൽ അവരുണ്ടാക്കും, അതിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇന്ന രീതിയിൽ ഇന്ന് നമ്മൾ ടാറ്റയെ തള്ളി പറഞ്ഞുകൊണ്ട് അത് നേടിയെങ്കിൽ നാളെ അവർ സ്വീകരിച്ചുകൊണ്ട് നേടും, അല്ലെങ്കിൽ അങ്ങനെ ഇതൊരു രീതിശാസ്ത്രമാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആഖ്യാനങ്ങൾക്ക് വേണ്ടി നിരവധി കാരണങ്ങൾ ഇവർ കണ്ടെത്തുകയാണ് ചെയ്തതെന്ന് മാത്രമാണ് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ TCS നടന്നത് എന്താണ്? TCS നടന്നത് ഒരു സാധാരണ സംഭവമാണ്, എല്ലാ കോർപ്പറേറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സാധാരണ സംഭവം. ഈ സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവങ്ങളെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ആഖ്യാനം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല ഇവിടെ ഈ പറയുന്ന വംശീയത ഉണ്ടാവുന്നത്, മറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് ആഖ്യാനം ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് അതിന് ആ രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് നാസിക്കിലെ 2 കേസുകൾ, ഒരു കേസ് പൂർണ്ണമായിട്ടും മറയ്ക്കപ്പെടുകയും ഒരു കേസ് മാത്രം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.